ക്രിസ്മസ് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ക്രിസ്മസിന് ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയേ ഉള്ളൂ. പ്ലം കേക്ക് ഇല്ലാത്തൊരു ക്രിസ്മസിനെ പറ്റി നമുക്ക് ആർക്കും ആലോചിക്കാനും പറ്റില്ല. സാധാരണ നമ്മൾ പുറത്തുനിന്ന് പ്ലം കേക്ക് മേടിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അധികം പുറത്തൊന്നും പോകാത്തത് കൊണ്ട് ഇവിടെ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ റെസിപ്പീസ് ട്രൈ ചെയ്തു. നമ്മുടെ അടുക്കളയിൽ ഇത്രയും സിമ്പിളായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഓവൻ വേണ്ട, അല്ലെങ്കിൽ ബേക്കിംഗ് ടൂൾസ് വേണ്ട, ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിസ്മസ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ പ്ലം കേക്ക് കൊണ്ട് നമുക്ക് ആഘോഷിക്കാം. പ്ലം കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലോറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എത്ര എടുക്കുന്നോ അതിൻ്റെ പാതിയെ നമ്മൾ ഫ്ലോർ എടുക്കാൻ പാടുള്ളൂ. മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എന്താണെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. ഇതിൽ ചെറിയാണിത്, ഇത് നമ്മുടെ ബ്ലാക്ക് റേസിൻസ് കറുത്ത മുന്തിരി, ഇത് ഡേറ്റ്സ് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്, ഇത് ടൂട്ടി ഫ്രൂട്ടി വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോൾഡൻ റേസിൻസ്. ഈ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു 1/2 മണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. പപ്പായോ വാട്ടർമെലനോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു ഐറ്റം മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തത്തിൽ 2 കപ്പാണുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു, അതുപോലെ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്ലം കേക്ക് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സോക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ബട്ടറിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1/4 കപ്പ് ബട്ടറാണ് ഇതുള്ളത്. 1/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ച് സോഫ്റ്റാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എലൈറ്റിൻ്റെയൊക്കെ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കിത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ. ഈ ബട്ടർ ഒന്ന് മെൽട്ടായിട്ടാവുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കരിഞ്ഞു പോവാണ്ട് നോക്കണം നമ്മൾ. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ നമുക്ക് വേണമെങ്കിൽ 3 സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം ഇതിന്. ആദ്യത്തേത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ബട്ടറിൽ വേവിച്ചെടുക്കുന്നത്, രണ്ടാമത്തേത് നമ്മൾ കാരമൽ ഉണ്ടാക്കുന്നത്, മൂന്നാമത്തേത് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്, ഫ്ലോറും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. ബേക്ക് ചെയ്യണം എന്നുള്ളത് ഞാനൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, പ്രിപ്പറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തണുക്കാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അധികം നല്ല ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്ക് അതൊന്ന് കാരമലാക്കിയെടുക്കണം. കാരമൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കഴിച്ചു പോവാണ്ട് നമ്മൾ നോക്കണം. അതിന് ഇളം തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് കാരമലിൻ്റെ ടേസ്റ്റ് പാകത്തിന് കിട്ടും. ഏകദേശം പഞ്ചസാര ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്, കാരമലായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ. തീയും അതുപോലെ ശ്രദ്ധിക്കണം. തീ കൂട്ടാണ്ട് ചെറിയ തീയിൽ നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇത് കരിഞ്ഞു പോകരുത്. ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കണം, ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ കാരമൽ ഇനി കട്ടയായി പോകാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഒന്ന് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കാം.
ഇത് 1 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരുമിച്ച് നമുക്ക് സിഫ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പട്ടയും ഗ്രാമ്പും ഏലക്കയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി കുറച്ച് നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം വരാതെ സൂക്ഷിക്കണം. പുറത്തെ തൊലി മാത്രമാണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ മുട്ട ബീറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മുട്ടയുടെ വൈറ്റും യെലോവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കൂടുതൽ വെള്ളമാവും. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മുട്ട. ഞാനിപ്പോൾ ഈ മുട്ടയിലേക്ക് ഇപ്പോൾ എസെൻസ് ഒന്നും ഒഴിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലോറിൽ. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. മുട്ടയും ഡ്രൈ ഫ്രൂട്ട്സും തമ്മിൽ കൂടി നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ പോയി കിടക്കും നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ. നമ്മൾ വേവിച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, അപ്പോൾ അത് ഒരുപാട് കുഴഞ്ഞു പോവാതെ, അതായത് ഉടച്ച് നമ്മൾ മിക്സ് ചെയ്യണ്ട. ജസ്റ്റ് ഇത് മുട്ടയും ഇതും ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതി. ഇനി ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുക, നല്ല ഒരു കനത്തിലുള്ള ബാറ്റർ ആയിരിക്കും. അങ്ങനെ വന്നാലേ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഈവനായിട്ട് നമുക്ക് എല്ലായിടത്തും കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി അടിയിൽ പോയിട്ട് കൂടിക്കിടക്കും. ഇനി ഈ ബാറ്ററിലേക്ക് കാരമലും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പഞ്ചസാര ഞാൻ എല്ലാം കൂടി ചേർത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാരയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം മധുരം ആയതുകൊണ്ട് അത് ഞാൻ അത്രയും ചേർത്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല കട്ടിയായിരിക്കും ബാറ്റർ ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒരു ബേക്ക് ചെയ്യുന്ന പാനിലേക്ക് മാറ്റാം. ഇത് 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. ഇതിപ്പോൾ ബട്ടർ തേച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പിസ്താച്ചോസ് എടുത്തിട്ടുണ്ട്. ഈ മിക്സിലും നമുക്ക് ബാറ്ററിലും നമുക്ക് വേണമെങ്കിൽ നട്ട്സ് പൊടിച്ചിടാം. ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ചെറിയ മോക്ക് അപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് മുകളിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്കിത് കുക്കറിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ 360 ഫാരനൈറ്റിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അതിന് മുന്നേ ഞാനൊരു 5 മിനിറ്റ് ഈ കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ പാൻ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണേ. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് അതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വെച്ചു, അങ്ങനെ കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേക്ക് നമുക്ക് വെന്തിട്ടുണ്ടോ എന്നൊന്ന് കുത്തി നോക്കാം. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യാം.
സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. കേക്ക് നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് പറയാൻ മറക്കരുത്. മെറി ക്രിസ്മസ്. താങ്ക് യു.